ലക്ഷ്മി, എന്താ അതല്ല, ഡോക്ടർ വല്ലതും പറഞ്ഞോ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിയട്ടെ മോളെ. മോനെ മധു, നീ ഇവിടെ പുറത്തു കൊണ്ടേ കാറും ബസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. മോളെ മിനിമോളെ കൂടെ കളിക്കാൻ ഒരു കൊച്ചനും വേണ്ടേ? മോളെ അമ്മ അതിന് പോയതാ. ദൈവമേ, ഇതെങ്കിലും ഒരാണായിരുന്നെങ്കിൽ. ആദ്യം രണ്ട് തലയാവാൻ പ്രാർത്ഥിക്കും. ആണും പെണ്ണും ഒക്കെ പിന്നെ നിശ്ചയിക്കാം. ആ വിമൽ എന്റെ കൂടെ വന്നില്ലേ? അവളെവിടെ? അവള് ഡോക്ടറെ മുറി പോയിരിക്കേ. എനി കോംപ്ലിക്കേഷൻസ് ഡോക്ടർ? നിങ്ങളുടെ അഞ്ചത്തി വളരെ വീക്കാണ്. സാധാരണ നിലയിൽ പ്രസവം നടക്കുമെന്ന് തോന്നുന്നില്ല. മെമ്പറിയും പൊട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. സിസേറിയൻ കൂടാതെ കഴിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഡോക്ടർ, അല്ല, ഇൻഷുറൻസ് ഇൻസ്പെക്ടർ എന്താ ഇവിടെ? പ്രസവിച്ചുടനെ കുഞ്ഞിന് ഇൻഷുറൻസ് ചേർക്കാനാണോ? അല്ലടോ, എന്റെ വൈഫ് ഇവിടെ പ്രസവിക്കാൻ കിടക്കുക. ആദ്യം ഒന്ന് പ്രസവിച്ച പെണ്ണാണ്. ഇതെങ്കിലും ആണായ മതിയായിരുന്നു. വിഷ് ദ ബെസ്റ്റ്. താങ്ക് യു. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വരും. നീ കേട്ടോ? നിന്നെ കാണാൻ എത്ര നേരമായി ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നു. കൊച്ചു കള്ള, അമ്മ നീ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? കുഞ്ഞു പെണ്ണാണ്. മോള് കരയണ്ട. ദൈവം തരുന്നതല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. മധുവേട്ടനെവിടെ? കുഞ്ഞിനെന്താ മോളെ? നല്ല പനിയുണ്ടമ്മേ. നീ വന്ന് വല്ലതും കഴിച്ചു കിടക്കും. അവനെ കാത്തിരിക്കണ്ട. വേണ്ട, വന്നിട്ട് കഴിച്ചോളാം. സുശീലേ, ഞാൻ കഴിച്ചതാ, എനിക്കൊന്നും വേണ്ട. സുശീലേ, ഇതിനെടുത്ത് താഴ്ത്തെടുത്ത്. അയ്യോ, കുഞ്ഞിന് പൊള്ളുന്ന പനിയാ. പറയണ അനുസരിച്ചാ മതി. നാശം. ഇതിന്റെ ഒരു കീറ്റലും മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കല. എടുത്തൊരു പോടി ഇതിനോട്.
സുശീലേ, മോളെ. ചായ ഇപ്പൊ കൊണ്ടുവരാച്ച. താനാണോ ഇതിന്റെ ഡ്രൈവർ? അതെ. ഈ അങ്ങാടിയില്ല വണ്ടി കിട്ടാത്ത. എങ്ങോട്ടാ സാർ? അതൊക്കെ പറയാം. വണ്ടി വിട്. എങ്ങോട്ടാണ് സാർ? ആരാരി? ആരെന്താ വണ്ടി നിർത്തിയത്? അങ്ങോട്ട് വണ്ടി പോകൂല, റോഡ് മഹാമോശ. ഓഹോ, ആ താൻ വണ്ടി വിട്. ലെഫ്റ്റ്. ലെഫ്റ്റ്. മാനാര് ശവപ്പറമ്പം കഴിഞ്ഞല്ലോ, ഇനി എങ്ങോട്ടാ? അടുത്തെത്തി. ലെഫ്റ്റിൽ കാണുന്ന ആ ഗേറ്റാ, അകത്തോട്ട് വണ്ടി പോകും. ഒൻപത് 40. അവിടെ എന്താണ് സാർ ഇത്? 25 രൂപ വേണം. മീറ്ററിൽ 9:40 കാണുന്നുള്ളൂ, കൂടുതൽ ഞാൻ തരില്ല. 25 രൂപ വേണം. താനത് വാങ്ങിക്കുന്നുണ്ടോ? ഒക്കൂല സാർ. രാത്രി 10 മണി മുതൽ ഞാൻ സ്റ്റേഷന്റെ മുമ്പിൽ ചുടയും കുത്തി കാത്തിരിക്കുക. ഇപ്പൊ മണി 2 ആയില്ലേ? ആരാന്റെ വണ്ടിയാ? വണ്ടി ഓടിയാലും ശരി ഇല്ലെങ്കിലും ശരി ഉടമയ്ക്ക് ഞാൻ വാടക കൊടുക്കണം. 25 രൂപ എന്നിട്ട് പോയാൽ മതി. ഞാൻ തരില്ല. ഒരു കാര്യം ഞാൻ വർത്താനം പറഞ്ഞുണ്ടല്ലോ, ഞാൻ വണ്ടിക്കാരുടെ തനി സ്വഭാവം കാണിക്കും. മര്യാദന്റെ കാര്യം എന്നിട്ട് പോണ സാറേ. എടോ, നീ ആരോടെ സംസാരിക്കുന്ന അറിയാവോ? ഇദ്ദേഹം പോലീസ് ഓഫീസറാ. ആ, എങ്കിൽ സാറിന് ഇഷ്ടമുള്ളതാ. അങ്ങനെ എന്റെ സൗജന്യമൊന്നും വേണ്ട. 25 രൂപയിലാണ് ഞാൻ ചോദിച്ചത്. ആ, എവിടെ? അപ്പോ 25 രൂപ അത്ര കൂടുതലൊന്നുമല്ല, അതും ഈ നേരത്ത്. വിജയൻ നാളെ 10:30 മെയിലിന് വരുമെന്നാണല്ലോ രാധ പറഞ്ഞത്. മെയിലിൽ വന്നാൽ താമസിക്കും. എനിക്ക് കാലത്ത് ചാർജ് എടുക്കും. രാധേ, രാധേ, ഞാൻ വിളിച്ചതല്ല. കല്യാണത്തിന് തുണി എടുക്കുമ്പോൾ സെലക്ഷൻ അവരും കൂടി വരുമെന്ന് അവളുടെ അച്ഛൻ എന്റെ കമ്പനിയിൽ ഒന്ന് പറഞ്ഞതാ. വരാന്ന് പറയാൻ നിൽക്കുമോ? താലിച്ചേന്റെ ഡിസൈൻ അപ്പോഴാണ് തന്നത്. 5 പവനെങ്കിലും ഇല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പണിയാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാളെ അവിടെ കാശ് കൊടുക്കണം. രഘുവിന് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാമോ? 5 പവന് പണിക്കൂലി അടക്കം 8000 രൂപയുടെ പുറത്ത് വരും. എന്ന് വെച്ച് താലി പണിയേണ്ടതാണോ? നമ്മുടെ നിലയ്ക്കനുസരിച്ച് മതി. അവരുടെ സ്റ്റാറ്റസോട് നോക്കണ്ടേ? എനിക്കവിടെ കൊച്ചാകാൻ ഒക്കില്ല. നിങ്ങൾ തർക്കിക്കണ്ട, രഘുവിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇതിനൊക്കെ പണമുണ്ടോ നിന്റെ കയ്യിൽ? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? തുണി എടുക്കണ്ടേ? കോയമ്പത്തൂർ പോണെന്ന് അവര് പറയുന്നത്. അവരുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ ഒരു വെഡിങ് സാരിക്ക് തയ്യല്ലോ അച്ഛൻ തന്ന കാശ്. അത് തന്നെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയത് നിനക്കറിയോ രഘു? ആരോടും കടം വാങ്ങി ശീലിച്ചവനല്ല ഞാൻ. എന്നിട്ടും ഇങ്ങനൊരു ആവശ്യമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. ഇതുകൂടി അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഇനി ഞാൻ വിചാരിച്ചാ പറ്റില്ല മോനെ. 5 പവനുണ്ടാക്കാൻ ഞാൻ എവിടെ പോകും? ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല. അതെന്താ? താലിയുടെ തൂക്കം കുറഞ്ഞാൽ അവൾ നിന്നെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞോ? എങ്കിൽ വേണ്ട. അത് ചേച്ചിയുടെ അസൂയിട്ട് പറയുന്നല്ലേ? നിന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് മറ്റുള്ളവർ നിന്നെ പോലെ മൂത്ത് നരച്ച് ഈ വീട്ടിലിരിക്കണമെന്നാണോ ചേച്ചിയുടെ കൊതി? വാല് മുറിഞ്ഞ കുറുക്കന്റെ സ്വഭാവം. വെറുതെ അല്ല ഉപ്പ് പറഞ്ഞ പോലെ നീ ഇവിടെ തന്നെ കുടിയിരുന്നു പോയത്. അധിക പ്രസംഗി.
നീ ചേച്ചിയോട് അങ്ങനെ പറയരുതായിരുന്നു മോനെ. ഈ കല്യാണാലോചന വന്ന് നമ്മൾ തുടങ്ങിയതാ ഈ കുറ്റം പറച്ചിൽ. അവൾക്ക് പരിഷ്കാരം കൂടും, പദവി കൂടും, നമ്മുടെ നിലയ്ക്കനുസരിച്ച് മതിയെന്ന്. മൂത്തവളെ നിർത്തി ഇളയവളെ പറഞ്ഞയച്ചാൽ നാട്ടുകാരെന്തു പറയും? വിമലയുടെ കാര്യത്തിൽ എനിക്കും ഇല്ല ലക്ഷ്മി വിഷമം. ആലോചന വരാഞ്ഞിട്ടല്ലോ. അവളുടെ മനസ്സ് മാറാതെ നമ്മളെന്ത് ചെയ്യും? 4 പെൺമക്കളുടെ ഇടയിൽ നിന്ന് ഒന്നെങ്കിലും പടിയിറങ്ങട്ടെന്ന് കരുതി. ഇനി നിനക്ക് സമ്മതല്ലേ? വേണ്ട. അച്ഛാ, എന്റെ പേരിൽ സുശീലെ ശിക്ഷിക്കരുത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാരമാവില്ല. ഈ വീടിനോ അച്ഛന്റെ പേരിനോ കളങ്കം വരത്തില്ല. ഈ ആലോചന മുടക്കരുത്. സുശീലയുടെ വിവാഹം നടക്കട്ടെ. വെല്ലിച്ചി, ഞങ്ങൾക്ക് 4 ദിവസം ഒഴിവാ. നാളെയും മറ്റന്നാളും റംസാൻ, പിന്നെ ശനിയും ഞായറും. ജോളി. അച്ഛൻ എന്താണെന്നും ഉണ്ടാത്തത്? എനിക്ക് നാളെ കാശ് കൊടുക്കണം. അമ്മേ, കോഫി. പൊടിയോടത് മനുഷ്യർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാപ്പി. ചേച്ചി, ഈ ഫിലിം മാഗസീനിലുണ്ട് അമിതാഭ് ബച്ചന്റെ ഫോട്ടോ, പെണ്ണിന്റെ വേഷത്തിൽ. എന്താ എല്ലാവർക്കും ഇവിടെ ഒരു മൂഡ് ഔട്ട്? രേഖേ, മോളെ, ആ മാല എങ്ങതാ. ഇത് എത്രയുണ്ട്? 2.5 പവന് പണിതതാ. എന്നാ ബാക്കിയുള്ളത് നീ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോ. ഇനി ഒന്നും എന്നെ കൊണ്ടാവില്ല. ബെനാഡർ സിറപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കമ്പനിയുടെ മരുന്നൊന്നും നിങ്ങളുടെ അലമാരി ബാക്കിയിരിക്കില്ല. ബെനാഡർ സിറപ്പ് എഴുതട്ടെ. മിസ്റ്റർ രവി, നിന്റെ കസിൻ വരുന്നു. ഞാനിപ്പോ വരാം. ശരി. എന്റെ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. എന്താ? ആ മെഡിക്കൽ ഷോപ്പിലെ ആളുകൾക്ക് നമ്മെ കുറിച്ച് സംശയമുണ്ടെന്ന് തോന്നുന്നു. നീ എന്റെ കസിനാണെന്നാ ഞാൻ പറഞ്ഞത്. എന്നാലും ഇനി അവിടെ വേണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ വീട്ടിൽ പറ്റില്ല, ബീച്ചിൽ വരില്ല, കോളേജ് പഠിക്കൽ കുട്ടികൾക്ക് സംശയം. ഇനി സ്ഥലം മാറ്റാനൊക്കില്ല. നീ മെഡിക്കൽ ഷോപ്പിൽ വന്നാ മതി, ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ വരില്ല ഈ 10 ദിവസത്തേക്ക്. അതെന്താ? ഞങ്ങളുടെ കോളേജ് അടിച്ചു, വെക്കേഷൻ. ഒരു മുടിഞ്ഞ വെക്കേഷൻ. ഇനി 10 ദിവസം നിന്നെ കാണാൻ ഞാൻ എങ്ങനെ ഇരിക്കും? ചുമ്മാതിരിക്കണം. പറ്റില്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. അയ്യോ വേണ്ട. എങ്കിൽ ഞാൻ പറഞ്ഞിടത്ത് നീ വരണം. ഡോക്ടർ സുമതിയുടെ വീട് നിങ്ങളുടെ അടുത്തല്ലേ? അവിടെ. എന്തിന്? എനിക്കൊരു രോഗവും ഇല്ല. രോഗം എനിക്കാണ്, പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ. അപ്പോഴേ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അവിടെ വരണം. ഞാൻ വരില്ല. ആയിഷാക്ക് ഇത് നന്നായി ചേരുന്നുണ്ട്. നിങ്ങൾ കണ്ടതിന് മുന്തി ഒന്നും ഇതിലില്ല. റംസാന്റെ കച്ചവടത്തിന് ചരക്ക് മുഴുവൻ തീർന്നു വയ്ക്കുന്നു. ഇനി വന്നിട്ട് ഇതിനെന്താ വില? അതിന് 734 റുപ്യ 50. ഇത് കൂട്ടത്തിൽ വെച്ചേക്ക്. ആയിക്കോട്ടെ. ഇത്താത്ത, ഇക്കാണെങ്കിൽ ഇത്ര മുന്തിയത് വേണ്ട. മുന്തിയത് എന്നെ വാങ്ങാനാ എന്റെ കാക്ക എന്നോട് പറഞ്ഞിരിക്കണ. ഇല്ലെങ്കിൽ മൂപ്പർ ഇന്നെ ബൈക്ക് പറയാ. കുട്ടികളെ ഉറപ്പില്ലേ? കിട്ടീസ് അത് മോളിൽ എടുത്തില്ലേ അവിടെ പോയിക്കോളെ. ആയിഷ അതിനൊരു ബ്ലൗസ് കൂടി മുറിപ്പിച്ചേക്ക്. ചോദിച്ചെടുക്കല്ലേ? ഒരു ഷർട്ട് വേണം.
ഷർട്ടോ? ആർക്ക് ഇങ്ങക്കോ? അല്ല, ആണുങ്ങൾക്കാ. ഒന്നും വിചാരിക്കരുത് കേട്ടോ, അതിപ്പോ ഫാഷനാണല്ലോ. നമ്മൾ ആൾക്കാർ പെണ്ണുങ്ങൾ വരെ ഷർട്ടും പാൻറ്റും ഇട്ട് നടക്കുന്ന കാര്യം. അതെ, എത്ര സൈസ്? സൈസാ? ആള് ഇന്റെ വലിപ്പുണ്ടോ? നിങ്ങളെക്കാളും വലിപ്പുണ്ട്. ഡ്രൈവർ, ഇന്ന് മാസം കാണും റഹീമേ. ഇങ്ങനെ മൂടിക്കിടന്ന എങ്ങനെ കാണുക? എല്ലാം വാങ്ങിച്ചോ? കുട്ടികളെവിടെ? അകത്തുണ്ട്, മാഷ് ട്യൂഷൻ എടുക്കണം. രാത്രി ഓട്ടോ ഇല്ല അല്ലേ? ഇങ്ങനെ ആയാലേ നീ തരുന്ന കാശ് വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ തികയൂ. നാളെ പെരുന്നാളായിട്ടും പോയി. ഞാൻ രാവിലെ വന്ന് വണ്ടി തുടച്ചിട്ടേക്കാം. ശരി. എവിടെ ഇതൊന്ന് തച്ച് കിട്ടാൻ പെട്ട പാട്. 5-6 മാസമായില്ലേടി നീ തുന്നൽ പഠിക്കാൻ പോണ്. ഇതുവരെ ഒരു പാവാടയും ബ്ലൗസും അടിക്കാൻ നീ പഠിച്ചില്ലേ? പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളുക്കാ. ഓ, പഠിച്ചു മുയിമിച്ച ഓള എനിക്ക് കോട്ടും ഇനി തരും. അതിനു മുമ്പ് ഒരു ഉറുമാലായാലോ? എന്താടി തുന്നിരിക്കണത്? RAHIM, റഹീം. ആഹാ, ഞമ്മളെ പേരാ. കമ്പിത്തിരി വാങ്ങാനല്ലേ ഞമ്മള് പറഞ്ഞത്? ഇതില് വേറെ ഉണ്ടല്ലോ. ഉണ്ട്, ആറ്റം ബോംബ് മുതൽ ഏറുപടക്കം വരെ. എന്തിനാ ഈ പൊട്ടണത്? ഞമ്മൾ നിങ്ങളെ കുട്ടികളല്ലേ ഉമ്മ? ഡേ, ഇത് ഉണ്ടമ്പൊരിയാണ്രീ, കണ്ട? കമ്പിത്തിരി മുണ്ട കറച്ചു. മോനെ, മുല്ലാക്കെന്നും പറഞ്ഞു സേനവാക്ക് പറ്റിയ ചെക്കനാ പറഞ്ഞേ. എനിക്ക് കേൾക്കണ്ട അയാളെ വർത്താനം. മൊല്ലാക്ക പറഞ്ഞ ചെക്കന് സിനിമ ഹാളിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന പണിയാണുമ്മ. സെക്കൻഡ് ഷോ വിട്ടു പോകും, പുരലെത്താൻ പാതിരാവും. അങ്ങനത്തെ ഒരുത്തരം ഞാൻ എന്റെ സിനിമാനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ ആരെയും കാത്താ കുത്തിരിക്കണത്? പെങ്ങൾക്ക് തൊക്കിടി സാഹിബ് വരുന്ന അപ്പൊ എന്റെ വിചാരം? അല്ലുമ്മ, പഠിപ്പും മുതലും കുറഞ്ഞാലും കരുത്തുള്ളവനായിരിക്കും. ഓളെ സങ്കടപ്പെടുത്താതെ പോറ്റാൻ കഴിയും. എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട. വിശന്ന് കുടല് കരിയണുമ്മ. നിങ്ങൾ തിന്നാണ്ടെങ്കിലും തരി. നീ നോമ്പ് പിടിച്ചിരുന്നു. അതെന്താ? എന്റെ ഉമ്മയും പെങ്ങളും പുരയിൽ നോമ്പ് പിടിച്ച് പട്ടിണി കിടക്കുമ്പോ ഞാൻ പുറത്തും തിന്നു കരുതിയോ നിങ്ങൾ? വാ മോനെ.